ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സൗണ്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ട്, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. ശ്രുതിക്ക് കത്ത് കൊടുത്തത് ആരാണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടി ശ്രുതിയുടെ അടുത്ത് അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രവീൺ ആണെന്നുണ്ടെങ്കിൽ ഒരാളടുത്ത് പറഞ്ഞയക്കുന്നുണ്ട്. അവൻ ആരാണെന്നുള്ള കാര്യം ഇന്ന് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് ശ്രുതിയുടെ പുതിയൊരു ബോഡി ഗാർഡ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ശ്രുതിയെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ അറിയാലോ നവീനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് നല്ല പേടിയുണ്ട്. ശ്രുതിയാണെങ്കിൽ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുവാണ്. എന്നെ പോലെ തന്നെ നീയും കഷ്ടപ്പെട്ടിട്ടില്ലേ അവൻ കാരണം? അവൻ ആരാന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, നീ വാ. ഇല്ല ശ്രുതി, എനിക്ക് ഒരു അർജന്റ് കോൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പറ്റില്ല, അതൊക്കെ പിന്നെ ചെയ്യാം. അവൻ ആരാണെന്നുള്ള കാര്യം ആദ്യം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ബോഡി ഗാർഡിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യ്, അവനെ കണ്ടാൽ ഉടനെ തന്നെ അവനെ അടിച്ച് ശരിയാക്കണം. ഇത് കേട്ട ബോഡി ഗാർഡ് ആണെന്നുണ്ടെങ്കിൽ ബോസ് ഇത് അമ്പലമാണല്ലോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ശരിയാണ്, ആദ്യം അവൻ ആരാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കട്ടെ, അതിനുശേഷം അവനെ എന്ത് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. ബോഡി ഗാർഡിന്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ശ്രുതി അവനെയും കൂട്ടി പോകുന്നുണ്ട്. പുറകെ ശ്രുതിയും ചെല്ലുന്നുണ്ട് കേട്ടോ മടിച്ചിട്ട്. ഉറപ്പായിട്ടും ആ നവീന്റെ പണിയായിരിക്കും ഇത്. ഇനിയിപ്പോ ഇന്ന് അവൻ എന്തായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശ്രുതി അവരുടെ പുറകെ ചെല്ലുന്നത്. അത് തപ്പിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ നവീൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്വാമിയുടെ വേഷമൊക്കെ കെട്ടിയിട്ട് അതിലിങ്ങനെ നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ കയ്യിലൊരു ചെറിയ പാത്രമൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ആൾക്കാർ പൈസ ഇടുന്നൊക്കെ ഉണ്ട്. നവീനാണ് അവിടെ വേഷം മാറി നിൽക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ നിൽക്കുന്ന സ്വാമിയെ കണ്ട ഉടനെ തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി അവിടെ ഒരു സ്വാമി നിൽക്കുന്നു, നമുക്ക് എന്തായാലും പോയിട്ട് അദ്ദേഹമായിട്ടൊന്ന് സംസാരിച്ചു നോക്കാം. അയാള് ഭാവിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും ശ്രുതി തടഞ്ഞു നിർത്തുന്നുണ്ട്. വേണ്ട ശ്രുതി, നമുക്ക് ആളെവിടെയെന്നുള്ള കാര്യം നോക്കാം എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പിന്നെ നോക്കാം, ആദ്യം ഇദ്ദേഹത്തിന്റെ അടുത്ത് എന്റെ ഭാവിയെ കുറിച്ച് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് നവീന്റെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ ശ്രുതി അരികിലേക്ക് വരുന്നത് കാണുമ്പോൾ തന്നെ നവീൻ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഭക്ത, ഞാനിവിടെ അന്നദാനം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്തനെ കൊണ്ട് പറ്റുന്ന സഹായം എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ പാത്രത്തിനകത്ത് പൈസ ഇടിപ്പിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയെ കൊണ്ട്. ഇടുന്നതിന് മുമ്പായിട്ട് ശ്രുതിയാണെങ്കിൽ അവന്റെ മുഖം ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ഞാൻ എവിടെയോ വെച്ച് കണ്ടതുപോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ അതിനൊരു സാധ്യതയുമില്ല, ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ ഇങ്ങനെ ദർശനം നടത്താറുണ്ട്. അല്ല, ഞാൻ എവിടെയോ വെച്ചിട്ട് കണ്ടിട്ടുണ്ടെന്ന് ശ്രുതി വീണ്ടും പറയുമ്പോഴേ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നവീൻ നോക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട്. അതിനുശേഷം ഇത് നിങ്ങളുടെ ഭാര്യയാണോ എന്ന് ചോദിക്കാനുണ്ടോ ശ്രുതിയുടെ അടുത്ത്. അതെ, എന്റെ ഭാര്യയാണെന്ന് ശ്രുതി പറയുന്നുണ്ട്. കല്യാണി 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 ഇങ്ങനെ പറയാണേ. അത് കേൾക്കുമ്പോഴേക്ക് ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അതെന്താ കല്യാണി എന്ന് നിങ്ങൾ പറഞ്ഞത്? അല്ല, നിങ്ങളുടെ ഭാര്യ കാണണേ, നിങ്ങൾക്ക് ഭാവിയില് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പോവാണ്. നിങ്ങളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു നല്ലൊരു ബിസിനസ്മാനെ പോലെ ഉണ്ടല്ലോ. അതെ അതെ, നിങ്ങളെ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അമ്പലത്തിലേക്ക് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് വന്നതാണെന്നുള്ള കാര്യം ആ സ്വാമി ചോദിക്കുമ്പോ ശ്രുതിയാണെങ്കിൽ കുഴപ്പിച്ച വർത്താനം പോലെ പറയുന്നുണ്ട്, അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാനല്ലാതെ പിന്നെ എന്തിനു വേണ്ടിയിട്ടാ വരിക എന്ന്. അല്ലെങ്കിലും ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തന്നെയാണ്, എല്ലാത്തിനെയും വിപരീതമായിട്ടുള്ള രീതിയിലേ കാണുള്ളൂ. അവരടുത്ത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. സ്വാമി പറഞ്ഞതുപോലെ ഞാൻ ഈ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് വന്നതല്ല, ഒരാളെ തേടി വന്നതാ. ആരെന്ന് ചോദിക്കുമ്പോ അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവില്ല സ്വാമി എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ പേര് സുധീന്ദ്രൻ എന്നല്ലേ എന്നുള്ള കാര്യം പ്രവീൺ ചോദിക്കുകയാണേ. അതെങ്ങനെ സ്വാമി നിങ്ങൾക്ക് എന്റെ പേരറിയുന്നത്? എനിക്ക് എല്ലാം അറിയാം, നീ ആരാണ്, നീ എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന്. അത് മാത്രമല്ല നിന്റെ ഭാര്യയെ കുറിച്ചിട്ടും ഭാര്യ എത്തരത്തിലുള്ള ആളാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനെ കണ്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം അറിയാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇവിടെ ആരെ കാണാൻ വേണ്ടി വന്നതെന്നുള്ള കാര്യം എനിക്കറിയാം. ആണോ? അയാള് എവിടെയുള്ളതെന്നുള്ള കാര്യം ശ്രുതി ഭയങ്കര ആകാംക്ഷയോട് കൂടി ചോദിക്കുന്നുണ്ട്. ധൃതി കാണിക്കല്ലേ ശ്രുതി, നിങ്ങൾ കാണാൻ വേണ്ടി വന്ന ആള് കുറച്ചു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പോകുന്നതിന് മുമ്പായിട്ട് എന്നെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചു. എന്നിട്ട് ഈ ലെറ്റർ തരാനും കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ലെറ്ററിനകത്ത് എന്താണ് ബോസ് ഉള്ളതെന്നുള്ള കാര്യം ബോഡി ഗാർഡ് ചോദിക്കുന്ന സമയത്ത് ഞാൻ വായിച്ചു നോക്കാം എന്ന് പറയാണേ. അടുത്ത ലെറ്ററിൽ ഇനി എന്താണ് പണി ഒപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ശ്രുതിക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. നവീനാണെങ്കിൽ ശ്രുതിയെ നോക്കി ചിരിക്കുവാണ്. ശ്രുതി അപ്പോഴേക്കും ലെറ്റർ തുറന്ന് വായിക്കുന്നുണ്ട്. നിങ്ങൾ ഭയന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലെറ്റർ തന്നത്. ഞാൻ ആരാണെന്നുള്ള കാര്യം നിനക്കറിയണ്ടേ? എന്റെ പേരിന് ഞാനൊരു ക്ലൂ തരാം. ഒരു സൂപ്പർ സ്റ്റാറിന്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹം നടിച്ച സിനിമയുടെ പേരാണ് എന്റേതെന്നുള്ള കാര്യം പറയാണേ.
കുറച്ച് പേരുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനകത്ത് സച്ചിയുടെ പേരുമായിട്ട് സാമ്യപ്പെടുന്ന ഒരു സിനിമയുടെ പേര് കേൾക്കുമ്പോ അത് തന്നെ സച്ചി ആയിരിക്കും. ഇല്ല ശ്രുതി, അവൻ ഒരു ചാൻസും ഇല്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സച്ചി തന്നെയായിരിക്കും. കാരണം അവന് എന്റെ ജീവൻ തകർക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഉറപ്പാണ് അവൻ തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫോണിൽ സച്ചിയുടെ ഫോട്ടോ എടുത്തിട്ട് നവീനെ കാണിക്കുവാണേ. ആ ഫോട്ടോ കണ്ടിട്ട് നവീനാണെന്നുണ്ടെങ്കിൽ മുമ്പ് സച്ചി നവീനെ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പോലീസിന് പിടിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ. ഇവനും ഇവരും തമ്മിൽ എന്താണാവോ ബന്ധം? അന്ന് എന്നെ പോലീസിന് ഒറ്റ കൊടുത്തവനല്ലേ അവൻ, അവനിട്ട് പണി കൊടുക്കാം. ഇത് നിങ്ങളുടെ ആരാണെന്നുള്ള കാര്യം നവീൻ ചോദിക്കുമ്പോ ഇതെന്റെ അനിയനാണ്, അത് ഇയാൾ തന്നെയാണ് നിങ്ങൾക്ക് ലെറ്റർ തന്നത്. എനിക്ക് അപ്പഴേ തോന്നി ശ്രുതി, ഞാൻ പറഞ്ഞില്ലേ അവൻ തന്നെയായിരിക്കും ഇത് ചെയ്തത് എന്നുള്ള കാര്യം. ഇല്ല ശ്രുതി, സച്ചി എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഇവരെന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇല്ല ശ്രുതി, സ്വാമി പറഞ്ഞത് കറക്റ്റ് ആണ്. ഒരുപാട് നന്ദിയുണ്ട് സ്വാമി, ഇന്ന് ഞാൻ അവനെന്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന എന്നുള്ള കാര്യം കാണിച്ചു തരാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബോഡിഗാർഡിന്റെ കയ്യും പിടിച്ചിട്ട് ശ്രുതി അങ്ങ് പോവാണേ. ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ചെല്ല് 30 ലക്ഷം കയ്യിൽ കിട്ടുന്നത് വരെ ഇതല്ല ഇതിന്റെ അപ്പുറം നടക്കുമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നവീൻ അവിടുന്ന് പറഞ്ഞയക്കുവാണേ. ശ്രുതിയാണെങ്കിൽ കലി തുള്ളിയിട്ട് ശ്രുതിക്ക് പുറകെ അങ്ങ് ചെല്ലുന്നുണ്ട്. വീട്ടിലെത്തിയതിനു ശേഷം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഓടിയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ ശ്രുതിയാണെങ്കിൽ പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വേണ്ട ശ്രുതി, ഒന്ന് സമാധാനമായിട്ട് നിൽക്കുന്ന പറയുമ്പോൾ എങ്ങനെ സമാധാനമായിട്ട് നിൽക്കുന്നത്? 1 മാസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല, സ്വന്തം ഏട്ടനെയല്ലേ അവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നത്. ഇത് ഞാൻ വെറുതെ വിടാൻ വേണ്ടി പോകുന്നില്ല, ഇന്നത്തോട് കൂടിയിട്ട് അവനെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കലിപ്പോട് കൂടിയിട്ടാണ്. ഇതിന് വ്യക്തമായിട്ടുള്ള തെളിവൊന്നും ഇല്ലല്ലോ ശ്രുതി നമ്മുടെ കയ്യില്. ആ സ്വാമി പറഞ്ഞത് നീയും കേട്ടതല്ലേ, അതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? നീ എന്താ ബോഡിഗാർഡ് ഇവിടെ നിൽക്കുന്നത്, കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോവാണ്. ഞാൻ കാണിച്ചു തരുന്ന ആളെ ഉണ്ടല്ലോ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇന്ന് നിനക്ക് ഞാൻ ഫുൾ ഫ്രീഡം തരുവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് ബോഡിഗാർഡിനെ. ശ്രുതി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, പക്ഷെ അതൊന്നും കേൾക്കാതെ ശ്രുതി നേരെ അങ്ങ് ചെല്ലുവാണേ. ഇന്ന് ഞാൻ കാണിച്ചു തരാം അവൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്രുതി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര അവിടെ നിൽക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് അരികിലേക്ക് അങ്ങ് ചെല്ലുവാണേ. അമ്മ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു, ഇവിടെ ഒരുത്ത എന്റെ തലയിൽ കിടന്നിട്ട് ആടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് അമ്മേന്റെ ഡാൻസ്. അത് കഴിഞ്ഞാണ് ചന്ദ്രമതി അവിടെ നിൽക്കുന്ന ബോഡിഗാർഡിനെ കാണുന്നത്. ഇത് ആരാടാ എന്നുള്ള കാര്യം ചന്ദ്ര ഭയങ്കര ഇങ്ങനെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിക്കുവാണേ. ഇതമ്മ എന്റെ ബോഡിഗാർഡാണ്, ഇവനെന്താ ഇത്ര ഹൈറ്റ്? അതാണ് അമ്മ ഇപ്പൊ ഇത്ര വലിയ കാര്യം? അത് വിട്, ഞാൻ അമ്മയെ പറയാറില്ലേ എപ്പോഴും എനിക്കൊരു മുട്ടക്കടലാസ് കൊണ്ട് തരാറുണ്ടെന്ന്? അതെ, അതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ നീ സെക്യൂരിറ്റി ഒക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അത് ചെയ്തത് ആരാണെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയോ? ആരാടാ? നമ്മുടെ സച്ചിയോ? അത് കേട്ടിട്ട് ചന്ദ്രയ്ക്ക് എത്ര വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ലേ? അതേ അമ്മേ, സച്ചിയാണ് എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അവൻ എവിടെയെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ഇങ്ങനെ ചെല്ലുമ്പോഴേക്കും രവിയും അതുപോലെ ശ്രീകാന്തും രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. സച്ചി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ചന്ദ്രയ്ക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എടാ, അവൻ തന്നെയാണോ ചെയ്തതെന്ന് ചോദിക്കുമ്പോ അതേ അമ്മേ, അവൻ തന്നെയാണ് ചെയ്തത്, ആ കുടിയനാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് നേരെ അങ്ങ് ചെല്ലുവാണേ. എന്ത് പണിയാടി നിന്റെ ഭർത്താവ് ചെയ്തു വെച്ചിരിക്കും ചോദിക്കുമ്പോ സച്ചേട്ടൻ എന്ത് ചെയ്തു എന്നാണ് അമ്മ ഈ പറയുന്നത്. അവൻ ലെറ്റർ അയച്ചിട്ടുണ്ട്. ആർക്ക് ലെറ്റർ അയച്ചു എന്ന്? അവന്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, അപ്പൊ ഫോണിൽ വിളിക്കല്ലേ ചെയ്യുള്ളൂ എന്ന് രവി ചോദിക്കുകയാണെ. എന്ത് ലെറ്റർ? എനിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും വർഷം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നത്? ഇതാരാണ് ഇത്രയും വലിയൊരു മനുഷ്യൻ ചോദിക്കുമ്പോ സുധിയുടെ ബോഡിഗാർഡാണ് എന്നുള്ള കാര്യം ചന്ദ്ര അങ്ങ് പറയുവാണേ. ബോഡിഗാർഡോ? ഇവന് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും നീളൊരു ബോഡിഗാർഡിന്റെ ആവശ്യം എന്നുള്ള കാര്യം രവി ചോദിക്കുവാണേ. അച്ഛ, എന്റെ ജീവനിൽ എനിക്ക് ഭയം തോന്നി, അങ്ങനെ പൈസ കൊടുത്ത് ഞാൻ ഇവനെ അപ്പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് മാത്രം നിനക്ക് എന്ത് ഭയാണെന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ എല്ലാം അച്ഛ സച്ചി കാരണമാണ്. അതിന് മാത്രം സച്ചേട്ടൻ എന്താ ചെയ്തെന്നുള്ള കാര്യം രേവതി ചോദിക്കുവാണേ. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും ഒന്നും അറിയാത്തതുപോലെ നടിക്കണ്ടടി, നീയും കൂടി ചേർന്നിട്ടായിരിക്കല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. സുധിയുടെ വളർച്ച കണ്ടിട്ട് രണ്ടുപേർക്കും അസൂയാണ് ഇവനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതെന്താ സുധിയേട്ടൻ ചെറിയ കുട്ടിയാണോ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുവാണേ. അതിന് മാത്രം എന്താ സച്ചേട്ടൻ ചെയ്തത്? എന്തോ ലെറ്ററിന്റെ കാര്യം പറഞ്ഞല്ലോ, എന്ത് ലെറ്ററാണ്? ലെറ്ററിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് സുധി പറയാണ്. ആദ്യം എനിക്കൊരു ലെറ്റർ വന്നത് ചുറ്റിരിക്കുന്ന ആൾക്കാർ കാരണം എനിക്ക് ചീത്തതെന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യമാണ്. ആ ലെറ്റർ ഇപ്പൊ കണ്ടപ്പോ തന്നെ എനിക്ക് ഭയം തോന്നിയിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ ജോൽസിനെയൊക്കെ കണ്ടിട്ട് പരിഹാരം ചെയ്തു. എന്നിട്ട് ഓരോരോ കളർ ഷർട്ട് ഇട്ട് ധരിക്കുകയും ചെയ്തു. അതിനു വേണ്ടിയിട്ടായിരുന്നോ ഓരോരോ കളർ ചുറ്റി കറങ്ങിയിട്ടുണ്ടായിരുന്ന സുധിയേട്ടൻ എന്ന് കളിയാക്കുന്ന രീതിയിൽ ശ്രീകാന്ത് ചോദിക്കുവാണ്. എടാ, ഇതിന് ഭയന്നിട്ടായിരുന്നോ നീ ഇത്രയും നാള് നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം രവിയും ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കേട്ടാ ഭയപ്പെടാതിരിക്കോ? അത് മാത്രോ വേറൊരു ലെറ്റർ കൂടി വന്നു, അതിനകത്ത് എന്താ എഴുതിയെന്ന് രവി ചോദിക്കുമ്പോ അതിനകത്ത് പറയുന്നത് തന്നെ എനിക്ക് ഭയം തോന്നുന്നുണ്ട്, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. പിന്നെ എന്തൊക്കെയായിരുന്നു അതിനകത്ത് എഴുതിയത്? നിന്റെ അനിയൻ കൊലപാതകയാകൂ എന്നുള്ള കാര്യം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ശ്രീകാന്തിനെ കുറിച്ചാണ് എഴുതിയത് എന്നുള്ള കാര്യം. അന്ന് സച്ചിയെ കുറിച്ചിട്ടാണല്ലോ അവർക്ക് സംശയം തോന്നിയത്. എന്നാൽ ഇന്നിപ്പോ സച്ചിയാണ് എഴുതിയത് എന്നുള്ള കാര്യം മനസ്സിലായപ്പോ ശ്രീകാന്താണ് കൊലപാതകയാവാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യമാണ് സുധി ഇപ്പൊ വിചാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും എഴുതിയിട്ട് കത്തൊക്കെ അയക്കോ എന്നുള്ള കാര്യം രവി ചോദിക്കുവാണേ. അതെ അച്ഛ, ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഞാനാണെന്നുണ്ടെങ്കിൽ സൂയിസൈഡ് ചെയ്ത് മരിക്കും എന്നുള്ള കാര്യം കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു.
ഇതൊക്കെ നീ വിശ്വസിച്ച് നടക്കുകയാണെന്ന് ചോദിക്കുമ്പോ അച്ഛ ഇതൊക്കെ സത്യമാണ് അച്ഛ, അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അച്ഛന് വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രുതിയുടെ അടുത്ത് ചോദിച്ചു നോക്ക്. അതേ അങ്കിള്, അതുപോലത്തെ 2 ലെറ്റർ ആരോ കൊടുത്തിട്ട് പോയിട്ടുണ്ട്. എന്ത് ചെയ്തു എന്നാ നിങ്ങൾ ഈ പറയുന്നത് ശ്രീകാന്ത് ചോദിക്കുമ്പോ അവനാണ് ഈ ലെറ്റർ ഒക്കെ അയച്ചത്. എന്തൊക്കെ ശ്രുതി നിന്റെ ഹസ്ബൻഡ് ഈ പറയുന്നത്? സച്ചേട്ടൻ ഒരിക്കലും ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യില്ല, അവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. ഇപ്പോഴല്ലേ നിങ്ങൾ 2 പേരുടെയും മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായത്. ഞാൻ എപ്പോഴാ ചാവാന്നുള്ള കാര്യം നോക്കിക്കൊണ്ട് നടക്കുവാണല്ലോ രണ്ടെണ്ണോ. എടി സ്വന്തം അമ്മ അറ്റാക്ക് വന്ന് മരിക്കൂ എന്നുള്ള കാര്യം ഏതെങ്കിലും ഒരു മകൻ എഴുതുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവൻ നിന്റെ മകനാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് ചന്ദ്രൻ നിനക്ക് ഓർമ്മ വന്നതെന്ന് രവി ചോദിക്കുകയാണേ. ഒരിക്കലും സച്ചി ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യില്ല എന്ന് രവി പറഞ്ഞു കേട്ട ഉടനെ തന്നെ അച്ഛൻ എന്തിനാണ് ഇപ്പോഴും അവനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ ലെറ്റർ കൊടുത്തയച്ച ആള് തന്നെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വെച്ചാ സച്ചിയേട്ടൻ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല, അല്ല അവൻ തന്നെയാണ് ചെയ്തതെന്നുള്ള കാര്യം ശ്രുതി വീണ്ടും പറയുന്ന സമയത്ത് സച്ചേട്ടൻ ഈ ജന്മത്തിൽ ഒരിക്കലും അങ്ങനത്തെ കാര്യം ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ മകനാണ് അമ്മേ വെറുതെ ആവശ്യമില്ലാതെ സച്ചേട്ടന്റെ മേലെ പഴിചാരാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ദേവതി ചന്ദ്രയുടെ മുഖത്ത് നോക്കി പറയുവാണേ. അവൻ തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം കൺഫേം ആയിട്ട് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. ശ്രുതിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആദ്യം ഒച്ചെടുത്ത് സംസാരിക്കുക ശ്രുതിയാണല്ലോ. ഇത് കണ്ട് വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രുതി ചേച്ചി എന്താ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്? നിങ്ങളുടെ ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുകയാണേ. അത് സത്യമാണോന്ന് ചോദിച്ചാൽ അത് തെളിവായിട്ട് എന്നുള്ള കാര്യം പറയുമ്പോ തെളിവായിട്ട് അറിയാം. സ്വന്തം ഏട്ടനെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു സാഡിസ്റ്റ് ആണ് അവൻ. അടുത്തതായിട്ട് ചന്ദ്ര പറയുന്നത് രേവതി എത്രയും വേഗം തന്നെ നീയും നിന്റെ ഭർത്താവും ഇവിടുന്ന് ഇറങ്ങി പോണെന്ന് പറയണേ. അവരെവിടെ പോണെന്നാണ് ചന്ദ്ര നീ ഈ പറയുന്നതെന്ന് രവി ചോദിക്കുമ്പോ അവര് എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ. തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട്, അമ്മേ ഞങ്ങൾ എന്തിനാണ് ഇവിടുന്ന് ഇറങ്ങി പോകുന്നത്? നീയും നിന്റെ ഭർത്താവും കൂടി ചേർന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൊല്ലാൻ വേണ്ടിട്ട് പോലും മടിക്കില്ല. മര്യാദയ്ക്ക് അവനെയും കൂട്ടിയിട്ട് ഇവിടുന്ന് പുറത്തു പോയിക്കോളണം. ആദ്യം എന്താണ് ഇവിടെ നടന്നതെന്നുള്ള കാര്യം അറിയില്ല, അതിനു മുമ്പ് എന്തിനാണ് സച്ചിയാണെന്നുള്ള കാര്യം എല്ലാവരും കൂടി പറയുന്നത്. നിന്റെ അടുത്ത് ആരാടാ പറഞ്ഞത് സച്ചിയാണെന്ന്? ഞാന് അമ്പലത്തിൽ പോയപ്പോ അച്ഛ അവിടുത്തെ ഒരു സ്വാമിയാണ് പറഞ്ഞത്. ജോത്സ്യൻ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് വന്നിട്ടാണോടാ നീ ഇവിടെ വിളമ്പുന്നതെന്ന് ചോദിക്കുകയാണെ. അച്ഛ എനിക്ക് ഓൾറെഡി ഡൗട്ട് ഉണ്ടായിരുന്നു, അവരും കൂടി പറഞ്ഞപ്പോ അത് കൺഫേം ആയി എന്നുള്ള കാര്യമാണ് ശ്രുതി പറയുന്നത്. ഉറപ്പായിട്ടും അവൻ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് ശ്രുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചന്ദ്രയും. ഇത് കേട്ട രേവതി പറയുന്നുണ്ട്, അമ്മേ ചുമ്മാ സച്ചേട്ടനെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. എന്താണെന്നുണ്ടെങ്കിലും സച്ചേട്ടന് മുഖത്ത് നോക്കി നേരിട്ട് ചോദിച്ചിട്ടാണ് ശീലം, അല്ലാതെ ഇതുപോലെ കത്തയക്കുന്നത് പുറകിൽ നിന്ന് കുത്തുന്നത് ഇതൊന്നും സച്ചേട്ടൻ അറിയുന്ന കാര്യമല്ല. പിന്നെ അവൻ നെഞ്ചു വിരിച്ചു കണ്ട് എപ്പോഴും അടിയുണ്ടാക്കല്ലേ ചെയ്യുന്നത്. അമ്മേ ഞാൻ പറഞ്ഞത് സച്ചേട്ടൻ ഒരിക്കലും ഇത് ചെയ്യില്ല എന്നുള്ള കാര്യമാണ്. എല്ലാം അറിഞ്ഞ് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ശ്രുതി. ന്യായപടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പേരിൽ പോലീസിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കണം. അങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നീ സന്തോഷിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് നേരെ ചെല്ലുവാണ് കേട്ടോ ശ്രുതി. പക്ഷേ രവിയാണെന്നുണ്ടെങ്കിൽ എടാ നിന്റെ അനിയന്റെ പേരിൽ നീ തന്നെ പോലീസ് കേസ് കൊടുക്കൂടാ, ഇതിനു വേണ്ടിയിട്ടാണോടാ നീ പഠിച്ചത്? ഇവന് ഇച്ചിരെങ്കിലും ബുദ്ധിയുണ്ടോ? പിന്നെ അച്ഛനമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും എന്തിനാണെന്ന് ചോദിക്കാറുണ്ട് ചന്ദ്രയുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട്. നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് പറയാൻ വേണ്ടി നിൽക്കണ്ട. ഉറപ്പായിട്ടും രവിയേട്ടാ അവൻ തന്നെയായിരിക്കും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവുക. സച്ചി വീട്ടിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ശ്രുതി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ സെന്റി അടിക്കുവാണേ. രവി ദേഷ്യപ്പെടാൻ തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാകുമ്പോ ചന്ദ്ര ഉടനെ തന്നെ നീ അവൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനും കൂട്ടിയിട്ട് ഇവിടുന്ന് ഇറങ്ങിക്കോണോ എന്ന് ചന്ദ്ര രേവതിയുടെ അടുത്ത് പറയുന്ന സമയത്ത് അങ്ങനെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. പിന്നെ നീ വല്ല ന്യായപതിയല്ലേ ഇവിടെ നീതി ന്യായമൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്? ഇത് എന്റെ വീടാണ്, അതുകൊണ്ട് ഇവിടെ ആരും നിൽക്കണം വേണ്ട എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ എന്ന് ചന്ദ്ര രേവതിയുടെ അടുത്ത് പറയുന്ന സമയത്ത് അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല, ഇത് എന്റെയും കൂടി വീട്. ചന്ദ്രമതിയുടെ മുഖത്തടിച്ചതുപോലെ രേവതി പറയാണേ. ഓ അത്രയ്ക്കൊക്കെ ആയോടി? എടാ സുധി നീ ആ സച്ചിയെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ. അത് തന്നെയാണ് അമ്മ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവനെ വിളിച്ചു വരുത്തിയിട്ട് ഇവിടുന്ന് അടിച്ചിറക്കണം. നിങ്ങൾ ആരും സച്ചിയേട്ടനെ വിളിക്കാൻ വേണ്ടി പോകണ്ട. അതെന്താടി ഞങ്ങൾ വിളിച്ചാലോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സച്ചിയേട്ടന് ദേഷ്യം പിടിക്കും, വന്ന ഉടനെ തന്നെ നല്ലോണം പൊട്ടിക്കും. അത് ആവശ്യമുണ്ടോന്ന് ചോദിക്കുകയാണേ. രേവതി പറഞ്ഞത് കേൾക്കുമ്പോ ഉറപ്പായിട്ടും സച്ചി അതുപോലെ ചെയ്യുന്നുള്ള കാര്യം അറിയാലോ. അതുകൊണ്ട് രണ്ടും സൈലന്റ് ആയിട്ട് ഇരിക്കുവാണേ. ഇനി ഇതിൽ കൂടുതൽ ഒരു പ്രശ്നം വരണ്ടെന്ന് വെച്ചിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഇത് വിട്ടേക്ക്, ആരാണോ ചെയ്തതെന്ന് വെച്ചാല് അവർക്ക് അതിന്റെ പണിഷ്മെന്റ് കിട്ടുന്ന പറയുമ്പോ എന്റെ ഭർത്താവാണ് ചെയ്തതെന്നുള്ള കാര്യം ഉദ്ദേശിച്ചും കൊണ്ടല്ലേ നീ ഈ ശാപം വിടുന്നത്? രേവതി ആരാണോ ചെയ്തത് അവർക്ക് ശാപം കിട്ടുന്നാണ് ഞാൻ പറഞ്ഞത്. അവനെ ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് തെളിവുണ്ടല്ലോ. എടാ ശ്രുതി അവനെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറ എന്ന് പറയണേ. അങ്ങനെ ശ്രുതി കേട്ടപാട് ഫോൺ എടുക്കുമ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട്, വിളിക്കാൻ വേണ്ടി നിൽക്കണ്ട, ചേച്ചി പറഞ്ഞതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ സുധിയേട്ടനായിരിക്കും കണക്കിന് കിട്ടുക. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, പേടിയിലാണ് കേട്ടോ പറയുന്നത്. അവനങ്ങനെ എന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല. നിങ്ങൾക്കിപ്പോ എന്താ സച്ചേട്ടനെ കൂടി കൂട്ടിക്കൊണ്ടുവരണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ തന്നെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് രേവതി ഇറങ്ങുമ്പോ എന്താടി നിന്റെ ഭർത്താവിന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റില്ലേ? അമ്മേ ഞാൻ ഫോണിൽ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യത്തോടു കൂടി വന്നിട്ട് നിങ്ങളുടെ മകനെ തന്നെയാണ് അടിക്കാൻ വേണ്ടി പോകുന്നത്.
ഞാൻ പോയിട്ട് സമാധാനപ്പെടുത്തിയിട്ട് കൂട്ടിയിട്ട് കൊണ്ടുവരാം. എന്താ അവൻ എന്നെ അടിക്കുന്നു പറഞ്ഞിട്ട് നീയും വരട്ടുവാണോ എന്നെ എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുകയാണേ. അതിന് ഞാൻ പേടിക്കണോ? കണ്ടില്ല എന്റെ ബോഡി ഗാർഡ് നിൽക്കുന്നത്, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാ പറയുന്നത്, ഞാൻ തന്നെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാ എന്ന് രേവതി പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഞാനും കൂടെ വരണ മോളെ എന്ന് രവി ചോദിക്കുന്നുണ്ട്. വേണ്ട അച്ഛാ, ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരാം. ഞങ്ങളാരും അങ്ങനെ ഭയന്ന് പോവൊന്നുമില്ല. അവനിവിടെ എത്തിയിരിക്കണം എന്നൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സുധി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്. മാറി നിക്കടാ എന്ന് പറഞ്ഞിട്ട് ബോഡി ഗാർഡിനെ അങ്ങ് തട്ടി മാറ്റിയിട്ട് രേവതി അങ്ങ് ഇറങ്ങി പോവാണേ. രേവതി അങ്ങ് പോയി കഴിഞ്ഞ ശേഷം ബോഡി ഗാർഡിനെ വിളിച്ചിട്ട്, നീ എന്റെ പിന്നെ തന്നെ നിൽക്ക്, ഇപ്പൊ വരുന്നവൻ അത്ര വലിയ ശക്തിമാനൊന്നുമല്ല, പക്ഷെ എങ്കിലും നീ എന്റെ അടുത്ത് തന്നെ നിൽക്കണം എന്ന് പറയണേ. അത് കഴിഞ്ഞ ശേഷം വർഷ അങ്ങനെ ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സച്ചേട്ടൻ ഇങ്ങനെ ചെയ്യോ എന്നുള്ള കാര്യം. ഒരിക്കലും സച്ചേട്ടൻ അങ്ങനെ ചെയ്യില്ല, അതന്നെ എനിക്കും തോന്നുന്നത്. പക്ഷെ ഈ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. എന്താ നടക്കുന്നുള്ള കാര്യം നമുക്ക് നോക്കാം എന്ന് വർഷയും പറയുവാണേ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്